ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഓർത്തത്, അയ്യോ കടല വെള്ളത്തിലിട്ടില്ലല്ലോ എന്ന്. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഇന്നലെ എൻ്റെ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതായത് നാളെ പുട്ടും കടലയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടായിരുന്നു ഞാൻ കിടന്നത്. പക്ഷേ ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നുപോയി. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അയ്യോ ഞാൻ വെള്ളത്തിലിട്ടില്ല എന്നുള്ള വിഷമത്തിൽ ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്ന്, വേറെ ഓപ്ഷൻസ് ഇല്ല, വേറൊരു കറി വെക്കാൻ സാധനം ഉണ്ടായിരുന്നില്ല. ഈ പുട്ടിന് പറ്റിയൊരു കറി വെക്കാനുള്ള സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ കടല എടുത്ത് ഞാൻ കുക്കർ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് ഒരു 10 മിനിറ്റ്സോളം അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അടപ്പൊന്നും ഇല്ലാതെ തന്നെ, അടപ്പ് വെക്കാതെ തന്നെ കുക്കറിലിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സോളം ഞാൻ അടുപ്പത്തിട്ട് വേവിച്ച സമയത്ത് ഇത് കടല ഇങ്ങനെ ശരിക്കും ആദ്യം കാണുമ്പോൾ ഒന്ന് ഇങ്ങനെ ചുങ്ങിയിരിക്കുമല്ലോ കടല. അപ്പോൾ ഇത് ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങി കടല. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ കുറച്ച് നേരം 10 മിനിറ്റ്സോളം ഞാനിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ തിളപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു 10 മിനിറ്റ്സോളം. അപ്പം ഞാനിതിൽ ശരിക്കും പറഞ്ഞാൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞാൻ ഇതിൽ സവാള, തക്കാളി, അതുപോലെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടായിരുന്നു വെള്ളത്തിലിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു അത് അടിച്ചെടുക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ്, അതായത് ഒരു പരീക്ഷണത്തിൽ തയ്യാറാവുകയാണല്ലോ, അത് കരുതി ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ടായിരുന്നു ഞാൻ അത് കുക്കറിൽ ഇട്ട് വേവിച്ചെടുത്തത്, കുക്കറിലിട്ട് തിളപ്പിച്ചത്. അതിന് ശേഷം പിന്നെ ഞാൻ കുക്കർ അടച്ചു വെച്ചു. 10 മിനിറ്റ്സിന് ശേഷം ഞാൻ കുക്കർ അടച്ചു വെച്ചു. അതൊരു കുറച്ച് നേരം ഇങ്ങനെ വേവിച്ചു. അതിന് ശേഷം കിട്ടിയ അവസ്ഥ ഇങ്ങനെയാണ്. അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിക്കണ്ടോ, കടലയൊക്കെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ മസാലയൊക്കെ ഇട്ട് ഒന്നും കൂടി ഒരു 2 മിനിറ്റ് ഞാനിങ്ങനെ അടിച്ചെടുത്തു കുക്കറിൽ. എന്നിട്ട് പിന്നെ കടുകൊക്കെ താളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചീനച്ചട്ടിയിലിട്ട് കടുകൊക്കെ താളിച്ചെടുത്തു. ശരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൻ്റെ ഇതാണ്. ചില സമയത്ത് അത് ശരിയാവില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്, അത് ശരിയാവില്ല. അപ്പം വേറെ ഓപ്ഷൻസ് ഇല്ല എങ്കിൽ അത് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയാവും. സാധാരണ എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട്, ഒരിക്കലും കടല വെള്ളത്തിലിടാതെ വെക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഈ അറ്റംപ്റ്റ് അത് സക്സസ്ഫുള്ളായി. എന്നിട്ട് ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. ശരിക്കും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊളായി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിലും നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടില്ല, എല്ലാം കൊളാവുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇത് സക്സസ്ഫുള്ളായി. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഒരു കുഴപ്പം, ആരും അറിഞ്ഞില്ല ഇത് വെള്ളത്തിലിടാത്ത കടലയാണെന്നൊന്നും ആർക്കും മനസ്സിലായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അപ്പം നിങ്ങളും ഇങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ബൈ.